ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണത്? എന്താ ഈ പറഞ്ഞത്? മമ്മ ഞാൻ അങ്ങനെ ഓടിയിട്ട് മമ്മന്റെ മേത്തേക്ക് വീഴൂല എന്ന് ഇവള് എന്നോട് പറഞ്ഞതാ. പറഞ്ഞിട്ട് ഇവള് ചെയ്ത പണി നോക്ക്. അപ്പൊ അവളെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെനിക്ക് ചെയ്യാൻ പറ്റും. മുട്ടല്ലടി എന്റെ കൽബാണ്, എന്റെ പൊന്നാണ്, ലിവറാണ്, തേനാണ്. മമ്മ ഒരു കാര്യം പറ, ഇങ്ങനെയല്ലേ ശരിക്കലോള് ഹലോ ഗൈസ് എന്നിട്ട് എന്റെ മേത്തേക്ക് ചിലപ്പോ ഞാൻ മൈഗ്രെയിൻ, എനിക്ക് ശരിക്കും നല്ല മൈഗ്രെയിൻ ഉണ്ട്. അപ്പൊ മമ്മ അന്ന് ഗുളിക കുടിച്ചതല്ല ഞാൻ അന്ന് ഗുളിക കുടിച്ചിട്ടുണ്ട് മൈഗ്രെയിൻ്റെ. സാധാരണ ഞാൻ വല്ലപ്പോഴും കുടിക്കണത്. ഇപ്പോ ഈ ഒരാഴ്ച 3 പ്രാവശ്യമായിട്ട് ഞാൻ മൈഗ്രെയിൻ്റെ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട്. റബ്ബേ, എന്റെ മൂപ്പർക്ക് ഞാൻ മൈഗ്രെയിൻ്റെ ടാബ്ലറ്റ് കഴിക്കണ തീരെ ഇഷ്ടമില്ല. കഴിക്കരുത് എന്ന് പറയും. മൂപ്പര് എന്നെ സമ്മതിക്കൂല കഴിക്കാന്. പക്ഷെ അതാ ഞാൻ ഒന്ന് കഴിച്ച്. എന്നോട് എപ്പോഴും പറയും വേദന്റെ ഗുളിക കുടിക്കുന്നത് തീരെ ഇഷ്ടമില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനം വേദന്റെ ഗുളിക കുടിക്കാനേ സമ്മതിക്കൂല. പക്ഷെ എനിക്ക് എന്താ അറിയില്ല, മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് അറിയാലോ അതിന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത്. ആർക്കൊക്കെ മൈഗ്രെയിൻ ഉള്ളത് എന്നുള്ളത് എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ആരെങ്കിലും മൈഗ്രെയിൻ, എനിക്ക് ഭയങ്കര തോതിലുള്ള മൈഗ്രെയിൻ ഇല്ല, പക്ഷെ ഞാൻ ആ ലെവലിലേക്ക് ഞാൻ ഇതുവരെ എത്തിച്ചിട്ടില്ല. ഞാൻ പെയിന്, എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിന് വരുമ്പോഴത്തേക്ക് ഞാൻ ടാബ്ലറ്റ് അങ്ങോട്ട് കഴിച്ചാളും. അപ്പോ എവിടെങ്കിലും ആയുർവേദം കാര്യങ്ങളും ഉണ്ടെങ്കിൽ മൈഗ്രെയിൻ്റെ മാറുന്ന, എനിക്ക് ഇവിടുന്നൊക്കെ ഒരു പെയിൻ വരും. ഇന്ന് എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ പെയിൻ വന്നപ്പോ എനിക്ക് കുറേ ഞാൻ സഹിച്ചു. എനിക്ക് പിന്നെ പണിയെടുക്കുമ്പോഴൊക്കെ ഞാൻ കുറെ ഇങ്ങനെ ഞാൻ ക്ലിപ്പ് കുത്തിയിട്ടാണോ ക്ലിപ്പ് അയക്കും, പക്ഷെ ശരിയാവുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് എന്തോ ഒരു അവസ്ഥ. ഞാനിതാ എന്നിട്ട് കുറച്ച് മുന്നാണ് അറിയാം, കുറച്ച് മുന്നാണ് ഞാന് ടാബ്ലറ്റ് അങ്ങോട്ട് കഴിച്ചത്. അപ്പൊ എന്റെ കുഞ്ചുവിന് ഇന്ന് വലിയ നിർബന്ധം, മമ്മ ഒരു വീഡിയോ എടുക്കണം. പറയൂല, എന്റെ കുട്ടിയും കൂടി ഉണ്ട്. അപ്പൊ എന്റെ കുട്ടി വന്നിട്ട് ഞാൻ പറയാം, വയമ്മാ ഞാനൊന്ന് ഇരുന്നോട്ടെ. അപ്പൊ എന്റെ കുട്ടി എന്നെ പറഞ്ഞോട്ടെ. അതാ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകത എന്താ? എസ് വെച്ച് തുടങ്ങുന്ന നല്ലപോലെ ഇരിക്കി. ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത ഒരു എസ് വെച്ച് തുടങ്ങുന്ന സാധനം. എന്താ എസ് വെച്ചതാ? സോഷ്യൽ സ്റ്റഡീസ്, സയൻസ്, സ്നോഫോള്. എസ് വെച്ചിട്ടല്ലേ? സപ്പോർട്ട. ഓള് പറഞ്ഞത് എന്താന്ന് അപ്പൊ ഞാൻ എസ് വെച്ച്. സോറി എന്റെ കുഞ്ചുവിന്റെ സ്റ്റിക്കർ കളക്ഷന് ഞാനല്ലെങ്കിലേ ഗുളിക കുടിച്ചതാ. ആ തല വെച്ചിട്ട് എങ്ങനെ ഉരുട്ടുന്നതോള്. ഞാൻ പറയും ഇവരോട്, നമുക്ക് തലവേദന ഉണ്ടാവുമ്പോ അങ്ങനെ ചെയ്യല്ലേന്ന്. കുഞ്ഞമ്മമ്മന്റെ തലവേദന കുട്ടിക്ക് അറിയായിട്ടാ. എനിക്ക് തലവേദന എന്താ ഈ സൗണ്ട്, ഈ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ വെറുപ്പിക്കുമ്പോ എന്തോ ഒരു തരം ദേഷ്യം വരും. എന്റെ കുട്ടീന്റെ സ്റ്റിക്കർ കളക്ഷൻ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു മമ്മ ബാക്കിൽ ക്യാമറ പിടിച്ചെന്നാ പോയിരുന്നു. ഇല്ല സമ്മതിക്കുന്നില്ല, മമ്മി വേണമെന്ന് പറഞ്ഞു. അപ്പൊ കാണിച്ചു കൊടുത്താലോ? കുറച്ച് വട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ പൊന്നൂസിന് എല്ലാവർക്കും അറിയുന്നതിനെ കൊണ്ട് അപ്പൊ തൽക്കാലം ഇതൊന്ന് നിർത്തിയിട്ട് നമുക്ക് കാണിച്ചു കൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കാണോ? നിർത്തിയിട്ട് കാണിച്ചു കൊടുത്തോളൂ. ഓക്കേ, നിർത്തുന്നില്ല, എങ്ങനെ കാണിക്കാം നമുക്ക്? അല്ല, അപ്പൊ ഒരിക്കൽ ക്ലിയർ അങ്ങനെ കാണിച്ചിട്ട് അപ്പൊ ക്ലിയർ ആയിട്ട് കാണിക്കണ്ടേ? യെസ്, ഇതാണ് എന്റെ കുഞ്ചുവിന്റെ സ്റ്റിക്കേഴ്സ്. ഓരോന്നായിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ, അതാണ് നല്ലത്. ഞാൻ ഫസ്റ്റ് കാണിച്ചെടുക്കട്ടെ. എന്റെ കുട്ടി കാണിച്ചു, എനിക്ക് സ്റ്റിക്കറിനെ പറ്റിട്ട് ഒരു ABCD അറിയാം. ഫസ്റ്റ് മമ്മ തീരുമാനിക്കുന്നു, ഞാൻ കാണിച്ചെടുക്കോളെ. ഫസ്റ്റ് ഇത് നമ്മുടെ ഫസ്റ്റ് പറയും, കാണിച്ചു കൊടുത്തോ. ബാക്കിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. അതാ ഫസ്റ്റ് ഈ ഒരു സ്റ്റിക്കർ ആണ്. ഇതിന്റെ ഒരു പേജ് അയച്ചത് കേട്ടോ. അപ്പൊ പേജിനൊന്നും അയച്ചെന്നൊന്നും പറയണ്ട, ഇപ്പൊ കാണിച്ചു കൊടുത്താളാ എന്റെ സ്റ്റിക്കർ കളക്ഷൻ. സ്റ്റിക്കർ ഇതില് 3 ഡിഫറെന്റ് സ്റ്റിക്കേഴ്സ് ഉണ്ടാവും. പർപ്പിൾ കളറ് സ്റ്റിക്കേഴ്സ് കാണിച്ചു കൊടുക്കുക. സ്റ്റിക്കേഴ്സ് കാണിച്ചു കൊടുക്കണല്ലേ, സോറി. അപ്പൊ ഞാൻ ഇത് പറയുമ്പോഴത്തേക്ക് അരമണിക്കൂർ ഒന്നും ആക്കല്ലേ, പറയുമ്പോഴത്തേക്ക് സീരിയൽ ആയി പോവും. സോറി. അപ്പൊ ഞാനൊരു ടുലിപ്പിന്റെ ഡിസൈൻ ഉള്ളതാണ് എടുത്തത്. ആദ്യം തന്നെ ഫുള്ളായിട്ട് എടുക്കല്ല മുത്തുമണിയെ, ഓരോന്നോരോ പിടിച്ച്. ഇതില്
കൊറേ ഇതുണ്ടാവും കേട്ടോ സ്റ്റിക്കേഴ്സ്. കണ്ടില്ലേ, ഭയങ്കര വെറൈറ്റി കളക്ഷൻസ്. ചുളിപ്പ് ചുളിപ്പ് ഇതൊന്ന് നല്ല അന്റെ ഇങ്ങനെ താലതാ ഇങ്ങനെ കാണിച്ചു കൊടുത്താ മതി. ഇതാ ചുളിപ്പൊക്കെ ഉണ്ട്. കൊറേ ഞാൻ ബാക്കിയുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട് കാണിച്ചിരുന്നില്ല. ഇതില്. അതിന്റെ ഉള്ളിലത്തെ ബാക്കിയുള്ള കാണിച്ചിരുന്നില്ല. നിങ്ങൾക്ക് അറിയാലോ ഏകദേശം എങ്ങനെ ഉണ്ടാവും. കൊറേ ഡിഫറെന്റ് സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് കാണിച്ചു കൊടുത്ത, അടുത്ത ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്താള്. അടുത്തത് ഓപ്പൺ ചെയ്യണം. ഇന്നത്തെ ആ എല്ലാം ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു കൊടുത്താള്. നമുക്ക് സൺസെറ്റ് ഓപ്പൺ ചെയ്യാം. ഒറ്റൊന്നിച്ചാണ് എടുക്കുന്നത് എല്ലാത്തുനിന്നും. ഇങ്ങനെ എടുത്ത് കാണിച്ചല്ലോ, ഇത് എനിക്ക് പരുമപ്പണിയായി പോകുന്നുണ്ട്. അപ്പൊ വാവ്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കുഞ്ഞാ, ഈ സ്റ്റിക്കർ ഒക്കെ കിട്ടിട്ട് എന്താക്കാനാ? അല്ല ഈ സ്റ്റിക്കർ ഒക്കെ കിട്ടിട്ട് നമ്മൾ എന്താക്കാനാ? എന്തെങ്കിലും വർക്ക് ഒക്കെ ചെയ്യും, നമുക്ക് ഡിസൈൻ ഒട്ടിക്കാം. മറ്റേ ക്യൂട്ട് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഒക്കെ നമുക്ക് ഡിസൈൻ ഒട്ടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓരോ ജേർണൽ ചെയ്യുമ്പോ ഉപയോഗിക്കാം. നമ്മളിപ്പോ ഒരു ടൂറൊക്കെ പോയി വന്നത് നമ്മള് ഡയറിയിലൊക്കെ അങ്ങനെ ചെയ്തൂല. അതേപോലെ അപ്പൊ ഇത് യെല്ലോന്ന് കിട്ടിയതാണ് എനിക്ക്. നല്ലൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റ്. അതില് യെല്ലോയിലുള്ള കൊറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. മൊത്തം കാണിച്ചു തരുമ്പത്തേക്ക് കൊറേ ടൈം പിടിക്കും. ഇതൊക്കെ 10 മാർക്ക് കൊടുക്കുന്നില്ലേ? 10ല് 15. അല്ല 10ല് 10. നല്ല സൺസെറ്റ് തീം ഉള്ള ഒരു ഡിസൈൻ ആണ്. ബീച്ചിൽ പോകുമ്പോൾ ഒരു തീം. കൊറേ ഉണ്ടായില്ലേ, കൊറേ സ്റ്റിക്കേഴ്സ് ഉണ്ടായില്ലേ. എല്ലാം കൂടി കാണിക്കുമ്പത്തേക്ക് ടൈം ആവൂലേ? ആവട്ടെ. ഓരോങ്ങണ്ട ഓരോറങ്ങല്ലോ, നമ്മളാണ് പുറങ്ങാതെ ഒത്തിരിക്കുന്നത്. ഓരോറങ്ങുന്നത് ഇത് ലൈവ് വെച്ച് ഇടുന്ന മാതിരിയോട്. പർപ്പിള് നമുക്ക് കാണിച്ചു കൊടുക്കല്ലേ. മെഗാ സീരിയൽ ആക്കരുത് ഇങ്ങനെ നോക്കിട്ട്. ഞാനതാ പറയുന്നത്, നമ്മളിങ്ങനെ മെഗാ സീരിയൽ ആക്കുന്നപ്പോ സ്റ്റിക്കർ കാണിച്ചിട്ട്. പിന്നെ പർപ്പിളിന്ന് കിട്ടിയത് എനിക്ക്. പർപ്പിളില് കൊറേ ഉണ്ട് കേട്ടോ, ഒന്നൊന്നല്ല ഉള്ളത്. പർപ്പിളിന്ന് എനിക്ക് കിട്ടിയത് ഇതാണ്. ഇത് ഭയങ്കര ഇഷ്ടായിട്ടോ. പിന്നെ അടുത്തത് ഏതാ? ഇങ്ങനെ വെറുപ്പിച്ചു ഞാന് ഇങ്ങനെ എനിക്ക് പഠിച്ചോനെ. ഇനി ഇത് ആ മൂന്നെണ്ണ കാണിക്കാനുള്ളേ ഞാനും കാണിച്ചു കൊടുക്കാം. ഇതിലും കൊറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അത് ഞാൻ ഡിഫറെന്റ് ഒന്നൊന്നല്ല ഉള്ളത് കേട്ടോ. ഇതിൽ ഇഷ്ടം പോലെതാ. ഈ ഗ്രീനിന്റെ എനിക്ക് ഗ്രീനിന്റെ ഇതാട്ടോ കിട്ടിയത്. ഇതില് കൊറേ ഉണ്ട്, പക്ഷെ ഇതാണ് കേട്ടോ അടുത്തത്. അടുത്തൂടെ അതില് ബ്ലൂവിൽ ഇത് എത്രേ ഉണ്ട് കേട്ടോ. പല പല കളേഴ്സിലുണ്ട്. സ്റ്റിക്കർ കളക്ഷൻ കാണിച്ചു തരാൻ നിക്കുമ്പത്തേക്ക് ഒരുപാട് ടൈം പിടിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതാണ് എനിക്ക് ഗ്രീനിൽ നിൽക്കിയത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇല്ലേ? നമ്മ ഒരു പുച്ഛ നോട്ടാ. ആ സാധനം പറയല്ല മുത്തുമണിയെ. ബ്ലൂ മിണ്ടല്ലേ, മിണ്ടുന്നില്ല. അടുത്ത് ഞാൻ മൊത്തത്തിൽ തന്നെ എടുത്തരാ കുട്ടാ. വേണ്ട, ബ്ലൂല് ഇത് ഇഷ്ടം പോലെ. എല്ലാം ബെറ്റർ ആണ്. നമുക്ക് ഡാർക്ക് ബ്ലൂ, ഇത് ലൈറ്റ് ബ്ലൂ. നമുക്ക് ഡാർക്ക് ബ്ലൂ കിട്ടിയത് ഇതാണ്. അതല്ല കേട്ടോ, ഒരു ബോക്സ് നിറയെ സ്റ്റിക്കർ, അതിൽ നിറയെ സ്റ്റിക്കർ. അത് ഓരോന്നോരോന്ന് കാണിച്ചു തരുമ്പത്തേക്ക് ടൈം ഒത്തിരി പിടിക്കും. എത്രയും സ്റ്റിക്കർ കാണിച്ചു തരല്ലേ. ബോക്സ് എടുത്തേക്ക് കാണിച്ചു കൊടുത്തോ. അത്രയുണ്ട് കാണിച്ചു കൊടുക്കാൻ. അത്രയും ഉണ്ട് എന്റെ കുട്ടിക്ക് കാണിച്ചു തരാന്. സോറി കുഞ്ഞാ, ഞാൻ മൂടും. അപ്പൊ നമുക്ക് ഇനി ഇത് അടുത്ത വർഷം തുറക്കാൻ പറ്റത്തുള്ളൂ ഇൻഷാ അല്ലാഹ്. ഞാൻ ഈ വർഷം തന്നെ തുറക്കും. ഓക്കെ, ഇനി അടുത്ത കാണിച്ചു കൊടുക്ക്. മമ്മ പറയണ ഞാൻ കാണിച്ചു കൊടുക്കുള്ളൂ. ഞാൻ ഇത് കാണിച്ചു കൊടുക്ക്. എന്നാ അത് കാണിച്ചു കൊടുക്ക്. എന്നാ പിങ്ക്. എന്നാ പിങ്ക്. പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലേ? അല്ല ഈ ബോക്സിന് സ്റ്റിക്കർ എടുത്തതാ? ഓക്കെ. പിന്നെ ഇതെന്റെ താത്ത എനിക്ക് മലേഷ്യന്ന് കൊണ്ടുവന്നതാട്ടോ. ഇത് ഫ്രൂട്ട് ഷോപ്പ് സ്റ്റിക്കർ ബുക്കാണ്. നമ്മൾ ഇത് ഫ്രൂട്ട് ഷോപ്പ് ഇരിക്കും, പക്ഷെ നമ്മളിങ്ങനെ സ്റ്റിക്കർ ഒക്കെ ഇങ്ങനെ ഒരു ഡിസൈനിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഞെട്ടാനൊക്കെ പറയുന്നത് എന്തൊരു ഞെട്ടി. ഞാൻ ഞെട്ടി. ഫസ്റ്റ് തന്നെ ബനാനാസ്, ചെറീസ്, ബ്ലൂബെറി, ഇതിന്റെ പേരെന്താ, ആപ്പിൾസ് ഉണ്ട് കേട്ടോ. നല്ലൊരു ബ്യൂട്ടി. അടുത്തടുത്ത അമ്മ ഇങ്ങനെ കാണിച്ചു കൊടുക്കതാ. ഇതാണ് ഓളത്താൾക്കറിയാം. ഓക്കെ ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ സ്ലൈമും സ്റ്റിക്കേഴ്സും ആണ്. അപ്പം
ഇത്താത്ത എവിടെ പോയാലും ഓക്ക് വാങ്ങിക്കൊടുക്കുക അധികം സ്റ്റിക്കേഴ്സും പിന്നെ സ്ലൈമും ആണ്. പിന്നെ toys. കൊറേ ടോയ്സിനേക്കാളും കൂടുതൽ ഓക്ക് സ്ലൈം സ്റ്റിക്കേഴ്സ് ആണ് കൂടുതൽ കൊണ്ടുവരുന്നത്. ഇതാണ് ഓരോ സ്റ്റിക്കേഴ്സ് കേട്ടോ. 3D ടൈപ്പിലുള്ള സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. അത് 3D ആയിട്ടാണ് കണ്ടോ. നല്ല അടിപൊളി സ്റ്റിക്കേഴ്സ് ആണ്. ഓ എനിക്കിതിൽ ഏറ്റവും തിന്നാൻ തോന്നുന്നത് ഏതാണെന്നറിയാവോ? ഡൈ ഡൈ ഈഖോ. ഇതേതാ മനസ്സിലായോ? ഗസ്റ്റ് ചെയ്ത് നോക്ക്. വാട്ടർമെലൻ. മാംഗോസ്റ്റീൻ ആണ്. മാംഗോസ്റ്റീൻ. ഓക്കെ. അപ്പൊ ഈ സ്റ്റിക്കേഴ്സ് കണ്ടില്ലേ? ഇനി എടുത്തേക്കട്ടെ. അടുത്തത് മമ്മ പറയൂ. വേഗം വേഗം കാണിച്ചു കൊടുക്കുന്ന ഇത് കാണിച്ചു കൊടുക്ക്. ഇത് സ്റ്റിക്കർ ബുക്കാ? ഇത് സ്റ്റിക്കർ ബുക്ക് ആണ് പോലും. അത് കാണിച്ചു കൊടുക്ക്. നല്ല വൃത്തിക്ക് ഇരുന്നിട്ട് കാണിച്ചു. കുറച്ച് കീറിയിട്ടൊക്കെ ഇട്ടോ. കൊറേ സ്റ്റിക്കേഴ്സ് ഓൾ ഇതൊന്നും എടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ എടുത്തത് സ്റ്റിക്കർ ബുക്കാണ്. കൊറേ ഉണ്ട് കേട്ടോ. ഇനിയും ഉണ്ടല്ലോ 100 എണ്ണതാ. കൊറേ സ്റ്റിക്കേഴ്സ് ആണ്. ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കെന്താ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണ പണി. അത് ലിപ്സ്റ്റിക് ഒക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇത്രയും സ്റ്റിക്കേഴ്സ്, കൊറേ സ്റ്റിക്കേഴ്സ് കണ്ടില്ലേ? ഇഷ്ടം പോലെ. ഇത് എനിക്ക് എന്തിനാണെന്നറിയാൻ ഉപയോഗിക്കുന്നത്? എന്റെ കൈയൊക്കെ മുറിയുമ്പോ ഞാനിത് ഇങ്ങനെ ബാൻഡേഡിന് പകരം മോള് സ്റ്റിക്കർ എടുത്തോട്ടേക്കും. ഇനി അടുത്ത കാണിച്ചു കൊടുക്ക്. കഴിയൂല. മമ്മ തീരുമാനിക്ക്. ഇനി ഇത് കാണിച്ചോ. അടുത്തൊരു സ്റ്റിക്കർ ഉണ്ടോ? അതിന്റെ ബാക്കി ഇത് 3D സ്റ്റിക്കർ ആണ് കേട്ടോ. മറ്റേ ഇപ്പൊ കാണിച്ച ഫ്രൂട്ട് ഷോപ്പിന്റെ അല്ലേ? അതിന്റെ ഉള്ളിൽ വെക്കാനുള്ള കുറച്ച് മനുഷ്യന്മാരെയാണ്. പക്ഷെ ഞാൻ വെച്ചോടത്തില്ല. ഇത് ഒരു സ്റ്റിക്കർ. ഇതൊരു സ്ട്രോബെറി സ്റ്റിക്കർ. ഇത് വേറൊരു സ്റ്റിക്കർ. നല്ല ഇതൊക്കെ 3D സ്റ്റിക്കർ ആട്ടോ. നല്ല രസമാണ് കേട്ടോ. അതൊക്കെ കാണാൻ ഭയങ്കര അടിപൊളി സ്റ്റിക്കർ. 3D സ്റ്റിക്കർ എന്നല്ല പറയാ. കട്ടിയുള്ള ഇങ്ങനെ കട്ടിയായിട്ടുള്ള സ്റ്റിക്കറാ. പിന്നെ ഇതൊരു ഫോക്സിന്റെ ഒരു ഡിസൈൻ വരുന്ന ക്യൂട്ട് സ്റ്റിക്കർ ആണ്. അടുത്ത സ്റ്റിക്കർ അടിപൊളി അല്ലേ? പിന്നെ സോറി, അടുത്ത സ്റ്റിക്കർ. ഇത് പിന്നെ കാണാൻ മാത്രം ഒന്നില്ലെങ്കിലും ഞാൻ കാണിച്ചു തരാം നിങ്ങക്ക്. അയ്യോ വീട്ടിലല്ലേ? സൂക്ഷിക്കണം. കാണാൻ മാത്രം ഇത് കൊറേ പൊട്ടാത് അല്ല. ഓക്കെ. ഇതൊരു സ്റ്റിക്കർ. മറ്റേ ഫ്രൂട്ട് ഷോപ്പിൽ ഡിസൈൻ ഇങ്ങനെ വെക്കാളെ ഞാൻ എടുത്തിട്ട് വെച്ചിട്ട്. പിന്നെ ഇതൊരു സ്റ്റിക്കേഴ്സ് ഉണ്ടോ? ഞാൻ അടുത്ത സ്റ്റിക്കേഴ്സ് ഇതാ. ഓക്കെ ഓക്കെ. ഇനി മമ്മ അടുത്തത് പറയാ കാണിക്കാ. ഇനി അടുത്തത് ഏതാ ഞാൻ കാണിക്കാൻ പറയും. ബാക്കിലുള്ളതൊക്കെ നോക്കുന്നേ. ബാക്കൊക്കെ നോക്കുന്നേ. ഓ ഇതൊക്കെ ഉണ്ടോ? ഇതാ ഈ സ്റ്റിക്കർ കാണിച്ചു കൊടുക്കും. ഇത് സ്റ്റിക്കർ അല്ല, വാഷി ടാപ്പ്. വാഷിംഗ് ടാപ്പ്. അത് കാണിച്ചു. വാഷി ടാപ്പ് അല്ല, വാഷി ടാപ്പ്. വാഷി ടാപ്പ്. ഓക്കെ. വാഷി ടാപ്പ്. വാഷിംഗ് ടാപ്പ് പോലും പേരല്ലോ. പിന്നെ നമ്മൾ കണ്ടതൊക്കെ പഠിച്ചിട്ടായിരുന്നല്ലോ. ഇങ്ങനത്തെ കുറച്ച് സാധനം ഞാൻ കണി പോലും കണ്ടിട്ടില്ല. എന്നത് കുഞ്ഞ വീട്. രണ്ടാമത്തെ മോഡൽ ഇത്. കണി പോലും കണ്ടില്ല. എനിക്കില്ലേ കൊറേ അമ്മക്ക് ദേഷ്യം വരും കേട്ടോ. 4 ചൂടാവേണ്ട കാര്യമായിട്ട് പറയാം. കാണിച്ചു കൊടുക്കട്ടെ. സിൽവറും മിന്നാമിനിങ്ങിനോടൊക്കെ താല്പര്യം. കുഞ്ഞാ ഗോൾഡും സിൽവറും. ലവ് യു ടു. ഒന്ന് വാവേ. ഒരു സിൽവർ, ഒരു ഗോൾഡ്. ഓക്കെ. ഇതാ അതാ വീട് വീട് വീട്. പിന്നെ ഒന്നിതാ ഇത്. പിന്നത് വാഷി ടാപ്പ് സ്റ്റിക്കർ കാണിച്ചില്ല. വാഷി ടാപ്പ് കാണിച്ചതാണ്. പിന്നെതാ ഈ മോഡല് കൊറേ ഉണ്ട്. എന്റെ കൈ. പിന്നത് പിന്നത് വാഷി ടാപ്പ് കാണിക്കുന്നതിന് മുന്നിൽ അതൊന്ന് കാണിച്ചു തരാം. ഇതന്ന് എജുമാട്ടി പോയപ്പോ മമ്മ എനിക്ക് വാങ്ങി തന്നില്ല. ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ എന്താക്കി, ഞാൻ അങ്ങോട്ടേക്ക് ഒന്നും നോക്കാണ്ടിട്ട് ബില്ലടിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു. അത്ര തന്നെ. ഇതൊന്ന് സ്റ്റിക്കി നോട്ടാ. പേടിക്കണ്ട ഗൈസ്. അത് സ്റ്റിക്കി നോട്ട്. ഇതെടുത്ത് വെച്ചാളെ. ഇനി അടുത്തയിലേക്ക് കിടക്കും അമ്മ.
പഠിച്ചോനെ ഞാൻ വരാണ്ടില്ല ഒരു കളി ഇല്ല സ്റ്റിക്കർ എന്നാ, ഇതൊക്കെ ഒരുമിച്ച് കാണിച്ചു കൊടുത്താള്. ഞാൻ കാണിച്ചു കൊടുക്കും. ആ ഇതിന്റെ കുട്ടി കാണിച്ചു കൊടുത്താ. ഇത് ആനിമൽ സ്റ്റിക്കേഴ്സ് ആണ്. ഇതൊരു ഫോക്സ്. ഇതിന്റെ പേര് ഫോക്സ് എന്നാണ്. 3 തരം ഫോക്സ് ഉണ്ട് ഇതില്. കാണിച്ചാ 3 ഫോക്സ് കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഞാന് മുത്തു ലക്കീബ്. അവര് 3 ഫോക്സ് ആണെന്ന് ഒരു തീരുമാനിച്ചു. 3 ഇതൊക്കെ ഇത് മമ്മ, ഇത് മുത്തു. അതാരാ നോക്കട്ടെ, മമ്മനി മുത്തുനി. ഓക്കെ, പിന്നെതാ ഇത് ട്രാൻസ്പെറന്റ്, ഒരു അടിപൊളി ക്യൂട്ട് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് സ്റ്റിക്കേഴ്സ് ആണ്. എനിക്ക് ട്രാൻസ്പെറന്റ് സ്റ്റിക്കേഴ്സിനോട് ഭയങ്കര താല്പര്യം. ഇതിങ്ങനെ കട്ടിയുള്ള സ്റ്റിക്കർ ആട്ടോ. ഇത് ഞാൻ മമ്മ വാങ്ങി തന്ന അല്ലെങ്കിൽ മുത്തോ? മുത്തു. ഇവളില്ലേ ഇന്റെ കൂടെ വന്നിട്ട് പെട്ടിയിൽ എടുത്തിട്ടിട്ട് ഞാൻ അറിയാതെ ബില്ലടിച്ച് പോണ സാധനങ്ങളാട്ടോ അതൊക്കെ. മുത്തുന്റെ ഇതാര് വാങ്ങിയതാ? DIY തോന്നി. പിന്നെ അത് ശരിയാ, ഇത് ഏതോ ഒന്ന് ഞാൻ വാങ്ങി തന്നാ. ഒന്ന് ഞാൻ അറിഞ്ഞു വാങ്ങിക്കണ്, ബാക്കി 2 ഞാൻ അറിയാതെ വാങ്ങിയതാന്ന് തോന്നുന്നതാ. ഒന്ന് ഇത് ട്ടോ. ഇതുണ്ടല്ലോ ഏകദേശം ഒരു കുപ്പിച്ചില്ലിന്റെ പോലെ ഉണ്ട്. കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? നല്ല അടിപൊളി. ഇതുണ്ടല്ലോ ഞാൻ രസം പിടിച്ചേ. ഭയങ്കര ഇഷ്ടം. എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടാട്ടോ. ഇനി അടുത്ത അയ്യോ ഇതന്നെ ഏറ്റവും അടിപൊളി ലാസ്റ്റ് കാണിക്കാം. ആയിക്കോട്ടെ. ഇത് ഏറ്റവും അടിപൊളിയാ. ഇതാണ് എന്റെ ഏറ്റവും അടിപൊളി. ഇത് സ്റ്റിക്കർ ബുക്കാണ്. സോറി, നമുക്ക് അറിയില്ല പറയുന്നതിന്റെ പേര്. നമുക്ക് ഇതിന്റെ പേരറിയാ? അതൊന്നും എനിക്കറിയില്ല. ഏഞ്ചലോ? പറഞ്ഞു കൊടുക്കും. എന്താ സാധനം എനിക്കറിയില്ല. ഗൈസ് ഇതാ ദി ഗ്ലാസ് ഓഫ് ടൈം ഈ സ്റ്റിക്കർ ബുക്കിന്റെ പേരാണ്. ഇത് സ്റ്റിക്കർ ബുക്കാണ്. ഗ്ലാസ് ഓഫ് ടൈം ഒക്കെ ഡിസൈൻ പേരാ. ഫുള്ള് സ്റ്റിക്കർ, ബുക്കിൽ ഫുള്ള് സ്റ്റിക്കേഴ്സ് ആയിട്ടതാ. ഞാനൊരു സാധനം കാണിച്ചത്. ഇതോളെ സ്റ്റിക്കർ കളക്ഷൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ ഉള്ളത് പറയാലോ. നല്ല പൊറുതിക്കേടാവുന്നുണ്ട്, നല്ലോണം പൊറുതിക്കേടാവുന്നുണ്ട്. എന്നായി കാണിച്ചോ, പൊട്ടി പൊടിച്ചോടെ നിന്നോളാം. ഞാനത് ഒട്ടിച്ചോടെ ഇരുന്നോളാം, എനിക്ക് സമാധാനം. ഇത് കാണിച്ചു കൊടുക്കും പൊന്നു. ഇതാ ഫുള്ള് സ്റ്റിക്കർ ആട്ടോ. അത് ഒരു സ്റ്റിക്കർ വരുന്നതിനെ വേസ്റ്റ് ആയി പോയി. അതെന്റെ സ്വഭാവമല്ലതാ. ഒക്കെ സ്റ്റിക്കർ ആട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു സ്റ്റിക്കർ അങ്ങനെ കാണിക്കേണ്ടി വരുതാ. ഇതാ അതത്രയുണ്ട്. സ്റ്റിക്കേഴ്സ് മൊത്തം കാണിച്ചു കൊടുക്കണ്ടേ? പറിച്ച് Holland. ഒത്തിരി ഉണ്ട് കേട്ടോ. Holland. Once an Holland. Holland. Once an actor, once a striker. Once a ഇത് ബുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ 100 പേജിന്റെ ബുക്ക് ഇങ്ങനെ മറിച്ചെടുത്ത് തരണ മാതിരി പോകാം. ഇതൊക്കെ സ്റ്റിക്കറാണ്. സ്റ്റിക്കേഴ്സ് എനിക്കറിയില്ല. അവിടെ ഒന്ന് എനിക്ക് ഓർമ്മ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ. ഇത് കാണിക്കുമ്പോഴത്തേക്ക് ടൈം പിടിക്കും. ഇനി ഇത് കാണിച്ചു കൊടുത്തതാ. This is a black and white themed stickers. Yes, അറിയാം. കറുപ്പും വെള്ളയും കളറുള്ള സ്റ്റിക്കേഴ്സ് ആണ്. നിങ്ങള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന എനിക്കറിയില്ല. ഞാൻ ചോപ്പും കറുപ്പാ വിചാരിച്ചു. കുഞ്ഞ ഓവറാവല്ലേ. ഫസ്റ്റ് വണ്ണ് ഇത് പിടിക്ക്. സെക്കൻഡ് വണ്ണ് ഇത്. ഒന്നും മനസ്സിലായിണ്ടാവൂല ഒരിക്കൽ ഞാൻ പറഞ്ഞത്. ഇതെന്താണ്? സോറി, കൊറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമുള്ള സ്റ്റിക്കേഴ്സ് ആണുള്ളത്. ഇങ്ങനെ കാണിച്ചുതരാം നിങ്ങൾക്ക്. കാണിക്കുമ്പോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പൊ ഒരു ദിവസം ഒരു മോഡൽ സ്റ്റിക്കർ കാണിച്ചു തരാം ഒരു വീഡിയോയിൽ. ഞാൻ അടുത്ത കണ്ടോളൂ. നല്ല കൊടുത്ത കിട്ടോ. ജേർണൽ സെറ്റ് കിട്ടിയ സപ്ലൈ ആണ്.
എന്നുവെച്ചാൽ ഇതിൽ കുറേ ടൈപ്സ് ഓഫ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഡാഡി തീമുള്ള സ്റ്റിക്കേഴ്സ്, എന്റെ പോലത്തെ മക്കൾക്ക് പറ്റിയ സ്റ്റിക്കേഴ്സ്, മമ്മന്റെ പോലത്തതല്ല. ഞാൻ തള്ളച്ചി ആയിക്കോട്ടെ. എല്ലാം മമ്മ നേരത്തെ കാലത്ത് ഞാൻ ജനിച്ചത് ഇന്റെ കുറ്റാണോ? എനിക്ക് 2000-ലൊക്കെ ജനിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. 2010 2015-ലൊക്കെ. പക്ഷെ 1982 എന്നെ ജനിപ്പിച്ചു. ഓക്കെ വെച്ചോ. ഫസ്റ്റ് വണ്ണില് ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്റ്റിക്കേഴ്സ് ആണ്. പിന്നെ അല്ല സോറി, എനിക്കറിയില്ല, പൂക്കിയല്ല അതിനെ പറയാ. എന്റെ ടാലന്റ് എങ്ങോട്ടൊക്കെ പോണെ. പിന്നെ ഈ ഒരു ബട്ടർഫ്ലൈ തീം, പിന്നെ ഈ ഒരു ഞെട്ടി. പിന്നെ ഇത് അത് ടയ്യ. സോറി, എനിക്കല്ല കാണിച്ചത്, ഇവർക്ക് കാണിച്ചു കൊടുക്കതാ. കല്യാണി. അടുത്തത് അടുത്തത് സർവന്റാ. അടുത്തത് ബാപ്പി ഇമ്മി മക്കളെ സർവന്റ് തന്നെ ആവല്ലോ. വേണ്ടട്ടാ, നല്ലോണം കിട്ടേണ്ട അടുത്തുന്നു. ഉപയോഗിച്ചിട്ടുണ്ട് അതിന്ന് കുറച്ച് അത്യാവശ്യം. അത് ഈ ഉപയോഗിക്കല്ലോ, വെറുതെ ഉപയോഗിക്കല്ലോ. എനിക്കിഷ്ടല്ല. എനിക്ക് ഇഷ്ടമില്ലല്ലോ. ഒന്നും ഇഷ്ടമല്ല. എന്താ അത് നമുക്ക് ഗിവ് കൊടുക്കാം. കൊടുക്ക്. ഓക്കെ, കൊടുക്ക്. ഞാൻ കൊടുത്തോളൂ. ഇഷ്ടാ ഗൈസ്, ഞാൻ ഗിവ് അവേ സ്റ്റിക്കർ വെക്കൂട്ടോ. അല്ല, സ്റ്റിക്കർ ഗിവ് അവേ എന്താണ്? ഇനി അതാ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ബുക്കാണിത്. മറ്റേ നേരത്തെ കാണിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ലേ, അതിന്റെ ബുക്കാണ്. എത്താത്ത തരുന്നല്ലോ എനിക്ക്. കട്ടെടുത്തതുകൊണ്ടല്ലോ. വേറെ ഇത്താതൊക്കെ 20 വയസ്സായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പോഴും കുട്ടിയാണ്. ഒരു കാര്യം പറയട്ടെ, ഇതില് ബാപ്പ വാങ്ങി തന്നതാണ് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് വൺ. ബാപ്പ വാങ്ങി കൊടുത്തതല്ല, ബാപ്പന്റെ ഫോൺ എടുത്തിട്ട് ബാപ്പ അറിയാതെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത്, എന്നിട്ട് ബാപ്പ വീട്ടിലേക്ക് വന്നപ്പോഴാണ് ബാപ്പ അറിയുന്നത്. വാങ്ങിച്ചല്ലേ പറ്റൂ, വാങ്ങിച്ചു കൊടുത്തു. ഇപ്രാവശ്യം വന്നപ്പോ ചെയ്ത പണിയാ. ബാപ്പ വന്നു കഴിഞ്ഞാൽ ബാപ്പന്റെ കയ്യിലല്ല ഫോൺ ഉണ്ടാവുക, മക്കളെ കയ്യില ഫോൺ. ഞാൻ കൊടുക്കൂല, എനിക്ക് ഫോൺ കൊടുക്കണേ അലർജി, ഞാൻ ദേഷ്യം പിടിക്കും. അവർ മുജി ഫോൺ കൊടുക്കരുത് പറയാട്ടെ. എന്നെ പഠിച്ച് ചില സമയത്ത് കൊടുക്കൂല. ഞാൻ കൊടുത്തതല്ല എടുത്തതാന്ന് അറിയും. കുത്തിരിക്ക് നോക്ക്. എന്നിട്ട് ഫോൺ എടുത്തിട്ട് മുജി അറിയാതെ സ്റ്റിക്കർ ഓർഡർ ചെയ്ത്, അതും നന്ദിയിലേക്ക്, നന്ദി അഡ്രസ്സിൽ ഓർഡർ ചെയ്ത്. എന്നിട്ട് മുജി എവിടെ ഗോവയിലുള്ളപ്പോഴായിരുന്നു സാധനം വന്നത്. മുജി വീട്ടിലില്ലാത്തപ്പോ മുജി ഗോവയിലാ. ഉണ്ടാക്കാൻ പോയില്ലേ, അല്ലെങ്കിൽ എനിക്ക് ഊരൊക്കെ വയ്യ, ഞാനൊരു പൊസിഷനിൽ ഇരിക്കുക. എന്നിട്ട് ഓർഡർ ചെയ്ത് വീട്ടിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന് ഇവിടെ വെച്ചതിന് ശേഷം ഇത്താത്ത ബാംഗ്ലൂർ പോകുമ്പോ എത്താത്തിന് എത്താത്തിന് സ്റ്റിക്കറാ വിചാരിച്ച് മൊത്തത്തിൽ ഇത്താത്ത അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇപ്രാവശ്യം ബാംഗ്ലൂർ പോയപ്പോ ഓളം അങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് എടുത്തോണ്ട് വന്നു. അപ്പൊ ഇത്താത്തിനോട് പറഞ്ഞോള്, ഇന്റെ സ്റ്റിക്കറാണ് ബാപ്പ എനിക്ക് വാങ്ങി തന്ന സ്റ്റിക്കറാണെന്ന് പറഞ്ഞിട്ട് എടുത്തോളൂ. ഇത്താത്ത അറിയാ അനക്ക് ഞാൻ കണ്ടത് എന്തെങ്കിലും എടുക്കുമ്പോ അനക്ക് പ്രശ്നം, ഇന്ത്യൻ എടുക്കുമ്പോ രണ്ടാളും കൂടി അവിടുന്ന് കച്ചറ. പക്ഷെ ഇതെന്ത് ചെയ്യാനാ, ഇത് അവിടെ നിന്നും മിണ്ടാതെ നിന്ന് ഓള് കാണാതെ കൊണ്ടെടുത്തുന്നത്. ഇല്ല ഓള് കൊടുത്തു, പക്ഷെ ഓളെ സ്റ്റിക്കറാണ്. അപ്പൊ ഓളും കൊണ്ട് എടുത്തോണ്ടെന്ന്. നീ ഇത് കാണിച്ചു കൊടുക്കാ. എനിക്കില്ലേ, ഒരു സ്റ്റിക്കർ ആണല്ലോ. ഇനി ഉണ്ട് കൊറേ. ഒന്ന് വേഗം നോക്കുന്നാല്, ഇത് കയ്യുന്നാ തോന്നണേ. ഒരു സ്റ്റിക്കർ അല്ല, ജസ്റ്റ് ഒരു ഡിസൈൻ സ്റ്റിക്കർ. ഇത് ഇത്താത്തിന്റെ അടുത്തുനിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്ന സ്റ്റിക്കർ അല്ല, പൊട്ട്. ഇതിന് കൂടുതലില്ലേ, ഇത്താത്തിന്റെ അടിച്ചു മാറ്റിയിട്ടുണ്ട്, കൊറേ ഇത്താത്ത വാങ്ങിച്ചു കൊടുത്തതുണ്ട്, കൊറേ ഞാൻ വാങ്ങിച്ചു കൊടുത്തതുണ്ട്, പിണങ്ങിപ്പോയി, കൊറേ വാപ്പ വാങ്ങിച്ചു കൊടുത്തതുണ്ട്, കൊറേ ഓക്ക് കൊളാബ് കിട്ടിയതുണ്ട്. വാ കുത്തി ഞാൻ കാണുന്നുണ്ട്, ഒരു കണ്ണ് പൊത്തി വെച്ചിട്ടായാലും ഞാൻ കാണുന്നുണ്ട്. ഞാൻ വെറുതെ പറയണേ. വേഗം കയ്യൊന്ന്, നിന്റെ കണ്ണ് പോയി വേണ്ടാലോ. കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട്. വേഗം നോക്ക് വാവൻ, അല്ലെങ്കിൽ മതി നിർത്ത്. കാണിച്ചു കൊടുക്കതാ.
അടുത്തതാ സ്റ്റിക്കർ അല്ല പൊട്ടാണ്. എല്ലാ ആ സ്റ്റിക്ക് പൊട്ടർ അല്ല പൊട്ട് സ്റ്റിക്കർ. പിന്നെ ഇത് കാണിച്ചു കൊടുത്തോ ഈ സ്റ്റിക്കർ? ഓ അതിനുള്ളിൽ എന്താ ഉള്ളത്? എന്താ എനിക്കറിയില്ല. പിന്നെ നോട്ട് പാഡ്. ഗൈസ് ഈ നോട്ട് പാഡ് ഭയങ്കര സീനാട്ടോ. കണ്ണിലൊക്കെ നല്ലോണം തട്ടിപ്പോയിട്ടുണ്ട് ഇട്ടത്. വീണോയി. മമ്മ കാണിച്ചെടുക്കുന്നത് കാണിച്ചു കൊണ്ടാ. നോട്ട് പാഡ് സ്റ്റിക്കർ കേട്ടോ. ഇതല്ലേ ഇങ്ങനെ കിട്ടുള്ളൂ. നമ്മള് ബാക്കിൽ ഗ്ലൂ ആക്കി ഒട്ടിക്കണേ. ഇത് പണ്ടത്തെ നമ്മളെ നെയിംസിപ്പില്ലേ, പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മറ്റേ പറിച്ചെടുക്കുന്ന സ്റ്റിക്കറൊക്കെ പൈസ ഉള്ള ആൾക്കാരെ ഒട്ടിക്കുന്നതിനും ഞാനൊക്കെ ഇങ്ങനത്തെ സ്റ്റിക്കർ ആയിരുന്നു. എന്നിട്ട് അതിന്റെ മേലെ ചോറ് തേക്കും, എന്നിട്ട് അത് ബുക്കിലൊക്കെ ഒട്ടിക്കും. അങ്ങനത്തെ സ്റ്റിക്കറൊക്കെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പൊ സ്റ്റിക്കറൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ പൈസക്കാരൊക്കെ വാങ്ങുള്ളൂ, ക്യാഷ് ഉള്ളവര്. അതൊന്നും വാങ്ങില്ല. എന്തൊരു വെയിറ്റ് ആണ് ഇതിന്. നമ്മുടെ സ്കൂളിൽ എപ്പോഴെങ്കിലും ആൾക്കാർ സ്റ്റിക്കർ കാണുന്നുണ്ടോ? ഇഷ്ടംപോലെ കാണുന്നുണ്ട്. ഭയങ്കര റിച്ച് ആൾക്കാരൊരു റിച്ച് ആൾക്കാരൊക്കെ ആയിരിക്കും. ഇത് മറ്റേ സ്റ്റിക്കറിന്റെ വേറെ ഇത് കണ്ടോ. കൊറേ നേരം പിടിക്കിട്ടോ നിങ്ങൾ കാണിച്ചു തരുമ്പോ, അതുകൊണ്ട് ഞാനിങ്ങനെ വേഗം കാണിക്കാണ്. പതുക്കെ പതുക്കെ കാണിക്കുമ്പോ 1.5-2 മണിക്കൂറൊക്കെ പിടിക്കും. അതുകൊണ്ടാട്ടോ. എന്റെ ബെസ്റ്റ് കാണിച്ചു കൊടുക്കാനായിട്ടില്ല. പിന്നെ അതൊരു സാധാ. പിന്നെ ഇത് 2 സ്റ്റിക്കർ. ഇതെങ്ങനാ എന്തോ അതിങ്ങനെ പറിച്ചിട്ടത്. അങ്ങനത്തെ പറിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിയൽ കാണുള്ളൂ. അതാ നല്ല സ്റ്റിക്കർ. അടുത്തത് ഇതൊരു സാധാ സ്റ്റിക്കറാണ്. ഇത് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞെടുക്കട്ടെ. ഇതുണ്ടല്ലോ നമുക്ക് ബാക്കിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റൂല. ഇത് വലിച്ചെടുക്കണേ തന്നെ ഞാൻ കാണിച്ചത് നമ്മൾ മുഴുവൻ വലിച്ചെടുക്കേണ്ടി വരും. മുഴുവൻ വലിച്ചെടുക്കണം പോലും. അപ്പൊ എന്താക്കും, നമ്മൾ ഇത് മുറിച്ചിട്ട് വേണം വലിച്ചെടുക്കാൻ. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ യൂസ്. ഇത് അത്ര വലിയ കാണിക്കാൻ മാത്രമൊന്നുമില്ല. എനിക്ക് ഇഷ്ടായിട്ടാ, നല്ലത്, അടിപൊളി. ഇതിനെ കുറച്ച് ഗോൾഡ് സ്റ്റിക്കർ. ഇതെന്ത് സ്റ്റിക്കറാന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇനി അടുത്തത് ഇതൊരു അടിപൊളി സ്റ്റിക്കർ ബുക്ക് ആട്ടോ. സ്മോൾ ബൈ. ഇതെങ്ങനെയാന്ന് അറിയാം നമ്മൾ യൂസ് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ ഇത് ഡയറി ചെയ്താ വിചാരിക്കും, അതിലിങ്ങനെ ഡിസൈൻ ഒക്കെ ഒട്ടിക്കാൻ വേണ്ടിയുള്ള സ്റ്റിക്കേഴ്സ്. ഇതില് മാക്സിമം ഇവര് പറഞ്ഞു വന്നത് ഇതില് മാക്സിമം ഒരു 700-ന്റെ മുകളിൽ ഉണ്ടാവും. 700-ന്റെ മുകളിലോ ഉണ്ടാവും? അത്രയും ഉണ്ടതാ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. എണ്ണി നോക്കിയോ? ഇല്ല, കൊറേ ഉണ്ട് കേട്ടോ. അത് ഇഷ്ടം പോലെ ഉണ്ടതാ. 700-ന്റെ മുകളിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് അറിയില്ല. ഇഷ്ടം പോലെ ഉണ്ടതാ. ഒരു 42 വെച്ചുണ്ടാവും. ഇതിന്റെ കണ്ണ് ചോന്നിക്കുന്നു കേട്ടോ. ഞാൻ സ്പീഡ് മറിക്കുന്നുണ്ട്. ഇതെന്റെ ഫേവറേറ്റ്. അത് ലാസ്റ്റ് വരാൻ പോവാ. ഇതാണ് ബാപ്പ വാങ്ങി തന്നത്. ഉണ്ട്. അത്രയും സ്റ്റിക്കർ ഇവിടെ കിടന്നിട്ട് ബാപ്പന്റെ ഫോൺ എടുത്തിട്ട് എന്തോരം സുഖം ഇതിൽ കിടക്കാൻ വേണ്ടിട്ട് അറിയാമോ രാജകുമാരി? ഇല്ല, അറിയൂല രാജകുമാരോ. ഇത് ഇല്ല, ഡ്രസ് ചേഞ്ചബിൾ ഡ്രസ്സാണ്. അല്ല, ഡ്രസ് ചേഞ്ചബിൾ സ്റ്റിക്കർ ആണ്. പൊന്നുമോളെ ഇത് കണ്ടോ? ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഇതിലിതാ ഒരു ഡ്രസ് ഇടാത്തൊരു മനുഷ്യനെ വെച്ചിരും. അപ്പൊ അതിന് നമുക്ക് ഇങ്ങനെ ഡ്രസ് ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ? ഇതൊരു കൊറിയൻ സ്റ്റൈലാണ്. കണ്ടില്ലേ? നമ്മൾ സ്റ്റിക്കർ എടുത്തിട്ട് ഓരോ രൂപ ആക്കുന്നല്ലേ? കണ്ടോ? പറഞ്ഞു കൊടുക്ക. അതിന്റെ ഡ്രസ്സ് ഇതാണ്. ആ മനുഷ്യക്കുട്ടി ഡ്രസ് ഇടാത്ത ആ മനുഷ്യക്കുട്ടി ഇതാണ്. ആ മനുഷ്യക്കുട്ടി, ആ മനുഷ്യക്കുട്ടിയുടെ ഡ്രസ്സ്, പിന്നെ ആ മനുഷ്യക്കുട്ടിക്ക് വേണ്ടിയ കത്തി, പിന്നെ ആ മനുഷ്യക്കുട്ടീന്റെ ബൊമ്മക്കുട്ടി, പിന്നെ ആ മനുഷ്യക്കുട്ടിക്ക് ഇങ്ങനെ ഡിസൈനിന് വേണ്ടി വെക്കുന്ന ഒരു പശസാനും. പിന്നെ ഇതും കഴിഞ്ഞോ? ഇതിന് ചെരുപ്പൊന്നുമില്ലേ? അതിലുണ്ടാവും. ഇത് കാണിച്ചു കൊടുക്ക. മതി, മമ്മ കാണിച്ചു കൊടുത്തോ. നീ കാണിച്ചു കൊടുക്ക. എന്റെ സ്റ്റിക്കർ അല്ലേ, കഴിഞ്ഞില്ല. എന്നിട്ട് നമുക്ക് നിർത്താം. ഞാൻ ചെരുപ്പില്ല. ഓരോന്നോരോന്ന് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുത്ത് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതിന്റെ കൈ പോയി. സാരില്ല, ബാക്കിയുള്ള ഇല്ലേ? കാണിച്ചു. ഞാൻ ബാക്കിൽ നിന്ന് പോട്ടെ.
പൊന്നു അടിപൊളി ഇട്ട് എന്തായാലും 10 out of 10. അല്ല 1,12,100 കോടി മമ്മന്റെ വയസ്സ്. മമ്മന്റെ വയസ്സ് ആയിക്കോട്ടെ. കാണിച്ചു കൊടുക്ക്. കഴിഞ്ഞില്ലേ? കൊറേ ഉണ്ട് ഇത്. നിലത്തേക്ക് വീച്ചിട്ട് നല്ലോണം ഞാൻ തരാം. വേണ്ട എന്തോ അപ്പൊ ഗൈസ് I'm not judging you guys. ഇത് കൊറേ ഉണ്ട്. ഇത് കാണിക്കുമ്പോഴത്തേക്ക് കൊറേ ടൈം പിടിക്കും. മെർമെയ്ഡ് ഇതാ ചെരുപ്പുള്ളത്. ഇത് മനുഷ്യക്കുട്ടി, ആ മനുഷ്യക്കുട്ടിയുടെ ഡ്രസ്, എയർ ബാൻഡ്, ആക്സസറീസ്, അതിന്റെ ചെവിയിൽ വെക്കേണ്ടത്, അതിന്റെ ഹാൻഡ് ബാഗ്, അതിന്റെ മുകളിൽ വെക്കേണ്ടത്, അതിന്റെ ഒരു കുറ്റി വാവ പോലത്തെ ചെരുപ്പ്. ഇവിടെ ഇരുന്നിട്ട് പറയും. അപ്പൊ ഗൈസ് ഇതാണ് എന്റെ സ്റ്റിക്കർ കളക്ഷൻ വീഡിയോ. അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ അടുത്ത വീഡിയോ വരുന്നത് വരെ മൈക്കോണ് വെച്ചിട്ട് വഴക്കാണ് പറയണ്ട കേൾക്കൂലെന്നുള്ള ഭാവ. അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് വരെ വണക്കം.